പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതോടെ CPM-ന്റെ നേതാക്കളും അവരുടെ യുവജന അല്ലെങ്കിൽ ബഹുജന സംഘടനാ നേതാക്കളും ഒക്കെ തന്നെ ഭരണകൂടത്തിനെതിരെ വിമർശിക്കാൻ എടുക്കുന്ന ആയുധങ്ങളൊന്നും തന്നെ ക്ലച്ച് പിടിക്കുന്നില്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിൽ മഹാത്മാഗാന്ധി സർവകലാശാല ആക്ടിംഗ് വൈസ് ചാൻസലർ നിയമിച്ചതും അതേപോലെ തന്നെ സെനറ്റ് അംഗങ്ങളെ ഗവർണർ നോമിനേറ്റ് ചെയ്തതൊക്കെയാണ് CPM-ഉം അതേപോലെ തന്നെ DYFI-യും SFI-യും ഒക്കെ എടുത്തു കാണിക്കുന്നത്. എന്നാൽ അതിന് തക്കതായ മറുപടി തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞത് രാജേന്ദ്ര അർലേക്കർ ഇതിനു മുമ്പും ഇതേപോലുള്ള നോമിനേഷനുകളൊക്കെ നടത്തിയിരുന്നു. അന്ന് LDF സർക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്തും അവർ നോമിനേഷൻ നടത്തിയിരുന്നു. അവർക്കുള്ള അധികാരങ്ങൾ വെച്ച് അവർ ഇന്നും നോമിനേഷൻ നടത്തുന്നു എന്നുള്ളതാണ്. ഇപ്പം മറ്റൊരു കാര്യം ഉയർത്തിക്കൊണ്ടുവരുന്നത് VC-മാരൊക്കെ RSS യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് വലിയൊരു പ്രചരണ ആയുധമാക്കാൻ വേണ്ടി DYFI-യും SFI-യും ഒക്കെ ശ്രമിക്കുന്നത്. ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമൽ RSS നേതാവ് മോഹൻ ഭാഗവത് പങ്കെടുത്ത സമ്മേളനത്തിൽ പങ്കെടുത്തതാണ് CPM-നെ പ്രകോപിപ്പിച്ചത്. ഒരു വൈസ് ചാൻസലർ എന്ന നിലയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ അദ്ദേഹത്തിന് RSS പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് യാതൊരു വിലക്കുമില്ല എന്നുള്ളതാണ്. കാരണം അതൊരു രാഷ്ട്രീയ പരിപാടിയല്ല, RSS സർസംഘചാലകന്റെ പരിപാടിയാണ്. ആ പരിപാടിയിൽ കേരളത്തിലെ വിവിധ മേഖലകളിലുള്ള, അതായത് വിദ്യാഭ്യാസ വിദഗ്ധരെ വിളിച്ചിട്ടുണ്ട്, ശാസ്ത്രജ്ഞരെ വിളിച്ചിട്ടുണ്ട്, റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ആളുകളെ വിളിച്ചിട്ടുണ്ട്, സേവന പ്രവർത്തനം നടത്തുന്ന ആളുകളെ വിളിച്ചിട്ടുണ്ട്, അങ്ങനെ സാമ്പത്തിക ശാസ്ത്രജ്ഞരെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ സമൂഹത്തിലെ നാനാ മേഖലയിലുള്ള ആളുകളായിട്ട് സംവദിക്കുകയായിരുന്നു മോഹൻ ഭാഗവത് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് വൈസ് ചാൻസലർ പങ്കെടുത്തതിൽ എന്താണ് തെറ്റ്? അതിന് ഒരിക്കലും SFIക്ക് ഒരു വിശദീകരണം നൽകാൻ പറ്റുന്നില്ല. അതിന് സംസ്ഥാന ഗവൺമെന്റിനെ പഴിച്ചിട്ട് എന്താണ് കാര്യം? കാരണം സംസ്ഥാന ഗവൺമെന്റ് നിയന്ത്രണത്തിലുള്ള ആളല്ല വൈസ് ചാൻസലർ. വൈസ് ചാൻസലർമാരുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ പോലും ആർക്ക് കഴിയില്ല? ഒരു സംസ്ഥാന സർക്കാരിന് കഴിയില്ല. അപ്പം അത് അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ മോഹൻ ഭാഗവതിന്റെ ഒരു പരിപാടിയിൽ ഒരു സാംസ്കാരിക പ്രവർത്തകരായിട്ട് അല്ലെങ്കിൽ വിവിധ പ്രമുഖ വ്യക്തികളായിട്ടുള്ള ഒരു പൊതു പരിപാടിയിൽ വൈസ് ചാൻസലർ പങ്കെടുത്തതിൽ എന്താണ് തെറ്റ് എന്ന് വിശദീകരിക്കാൻ ഇതുവരെ SFI നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അവര് പറയുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് കാവ്യവൽക്കരണം നടത്തുന്നു എന്നാണ്. നമുക്കറിയാം, കേരളത്തിലെ എല്ലാ സർവകലാശാലകളുടെയും സിൻഡിക്കേറ്റിലാണെങ്കിലും സെനറ്റിലാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളാണ് ഉള്ളത്. അവർ വിവിധ പേരുകളിലാണ് കയറിയിരിക്കുന്നെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ പ്രതികരിക്കുന്ന ആളാണ്. ഇപ്പൊ നമുക്കറിയാം G. സുധാകരൻ ഇപ്പം CPM വിട്ടുപോയ ആളാണ്. അദ്ദേഹം ദീർഘകാലം കേരളത്തിലെ മന്ത്രിയായിരുന്നു, പിണറായി സർക്കാരിലെ മന്ത്രിയായിരുന്നു. അതിനു മുമ്പുള്ള സർക്കാരിലും ഇടതുപക്ഷ സർക്കാരിലും അദ്ദേഹം അച്യുതാനന്ദ സർക്കാരിലൊക്കെ അദ്ദേഹം മന്ത്രിയായിരുന്നു. അപ്പൊ അദ്ദേഹം ദീർഘകാലം കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമായിരുന്നു. ഏതാണ്ട് കേരള സർവകലാശാല സിൻഡിക്കേറ്റിനെ നിയന്ത്രിച്ചിരുന്നത് G. സുധാകരനായിരുന്നു. അങ്ങനെ കേരളത്തിലെ ഒട്ടുമിക്ക സർവകലാശാലകളിലും സിൻഡിക്കേറ്റ് മെമ്പർമാരൊക്കെ CPM-കാരാണ്, സെനറ്റ് മെമ്പർമാരൊക്കെ CPM-കാരാണ്. പക്ഷെ ഇവരെന്താണ് ചെയ്യുന്നത്? ഈ സർവകലാശാലകളുടെ ഗുണനിലവാരം ഉയർത്താനല്ല ഇവർ ശ്രമിക്കുന്നത്. അവർ ശ്രമിക്കുന്നത് എന്താണ്? പരീക്ഷാ തട്ടിപ്പ് നടത്താനും തങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് ഡോക്ടറേറ്റ് കൊടുക്കാനും അതേപോലെ തന്നെ ഡിഗ്രി പരീക്ഷ പാസ്സാവാത്ത ആളെക്ക് PG പ്രവേശനം നൽകാനും അങ്ങനെയാണ്. അത്തരത്തിലുള്ള നിരവധി ഉദാഹരണങ്ങൾ, അത് SFI സംസ്ഥാന നേതാക്കൾ വരെ PM ഷോയെ പോലുള്ള ആളുകൾക്കൊക്കെ, യോഗ്യതയില്ലാത്ത ആളുകൾക്കൊക്കെ, അങ്ങനെ നിരവധി പേർക്ക് ഡിഗ്രി ഇല്ലാത്ത ആളുകൾക്ക് PG കൊടുക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള നിരവധി ക്രമക്കേടുകൾ നടന്നു. ഈ ക്രമക്കേടുകൾ കണ്ടുപിടിക്കുന്ന സമയത്ത് അതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാതിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മാർക്ക് തട്ടിപ്പ് കാണാൻ കഴിയും. അപ്പൊ ഇതൊക്കെയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും അധികം പിന്നോട്ടടിച്ചത്. നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥിതി എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തും സെമസ്റ്റർ വൈസ് എക്സാമിനേഷൻ കൃത്യമായിട്ട് നടക്കുന്നു. ഒരു അക്കാഡമിക് കലണ്ടർ പ്രസിദ്ധീകരിക്കുന്നു. ഒരു കോളേജിലോ ഒരു യൂണിവേഴ്സിറ്റിയോ ഒരു വിദ്യാർത്ഥി ചേരുന്ന സമയത്ത് എത്ര സെമസ്റ്ററാണ് അയാൾ പഠിക്കേണ്ടത്, ആ സെമസ്റ്ററിലെ എക്സാം ഒക്കെ ഏതാണ്ട് എപ്പോഴായിരിക്കും എന്നുള്ളതൊക്കെ അവിടെ വ്യക്തതയുണ്ട് വ്യക്തമായിട്ട്. അതേപോലെ തന്നെ ആദ്യ സെമസ്റ്റർ മാത്രമാണ്, കാരണം അഡ്മിഷൻ നടക്കുന്നതുകൊണ്ട് ആദ്യ സെമസ്റ്റർ മാത്രമാണ് അല്പമെങ്കിലും ലാഗിങ് കാണാൻ പറ്റുന്നത്. അത് അവർ സ്പെഷ്യൽ ക്ലാസ്സുകളൊക്കെ വെച്ചിട്ട് പല സ്ഥലത്തും ക്ലാസ്സുകളൊക്കെ മേക്കപ്പ് ചെയ്യുന്നത്. അപ്പം കേരളത്തിലാണെങ്കിൽ തോന്നുന്ന പോലെയാണ് എക്സാമിനേഷനൊക്കെ നടത്തുന്നത്. അപ്പം എക്സാമിനേഷൻ്റെ അകത്ത് മാത്രമല്ല, ഗുണനിലവാരത്തിലും നമുക്കറിയാം CUET എക്സാം കേരളത്തിലെ പ്രീ ഡിഗ്രി പഠിച്ച കുട്ടികളൊക്കെ തന്നെ അല്ലെങ്കിൽ +2 പഠിച്ച കുട്ടികളൊക്കെ തന്നെ ഇപ്പം കേന്ദ്ര സർവകലാശാലയുടെ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകൾക്ക് പ്രവേശന പരീക്ഷ എഴുതുന്നുണ്ടായിരുന്നു. അപ്പൊ നേരത്തെ കേരളത്തിലെ +2 മാർക്ക് വാരിക്കോരി കൊടുത്തത് കൊണ്ട് +2 യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്തുന്ന സമയത്ത് ഉത്തരേന്ത്യയിലെ കേന്ദ്ര സർവകലാശാലകളിലൊക്കെ മലയാളി വിദ്യാർത്ഥികളുടെ ഇടിച്ചു കയറ്റമായിരുന്നു കാണാൻ കഴിഞ്ഞത്. ഇപ്പം CUET
കേന്ദ്രീകൃത പ്രവേശന പരീക്ഷ വെച്ച സമയത്ത് നമ്മുടെ ആളുകളൊക്കെ പുറകോട്ട് പോകും. അത് കാരണം എന്താ വെച്ചാൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തുള്ള നിലവാരക്കുറവാണ്. അപ്പം അങ്ങനെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തുള്ള നിലവാരക്കുറവ് പരിഹരിക്കുന്ന പകരം അവരെന്താണ് ചെയ്തത്? അവർ ആ നിലവാരക്കുറവ് ഉണ്ടാക്കുകയും അതേപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ കുത്തിത്തിരികയാണ് ചെയ്തത്. അപ്പം രാഷ്ട്രീയക്കാരെ പോലെയാണ് എല്ലാ യൂണിവേഴ്സിറ്റികളിലെയും ഭരണാധികാരികളൊക്കെ ശ്രമിച്ചത്. സിൻഡിക്കേറ്റ് മെമ്പർമാരാണെങ്കിലൊക്കെ തന്നെ ഒരു മന്ത്രിമാരെ പോലെ ഒരു സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന ഒരു മന്ത്രിസഭയും സിൻഡിക്കേറ്റ് മെമ്പർമാരൊക്കെ മന്ത്രിമാർ ആണെന്ന ധാരണയിലാണ് കേരളത്തിലെ പല സർവകലാശാലകളിലെയും സിൻഡിക്കേറ്റ് മെമ്പർമാരൊക്കെ പ്രവർത്തിച്ചിരുന്നത്. അപ്പം ആ കാലങ്ങളൊക്കെ മാറാൻ പോവുകയാണ്. ഗവർണറുടെ അധികാരത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. ഗവർണർ നോമിനേറ്റ് ചെയ്യേണ്ട ആളുകളെ നോമിനേറ്റ് ചെയ്യും. അതിനുള്ള ഭരണഘടനാപരമായ അധികാരങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാറ്റ്യൂട്ട് പ്രകാരമുള്ള അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ UGCയുടെ മാർഗനിർദ്ദേശ പ്രകാരമാണ് ഗവർണറൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഈ സമയത്ത് തങ്ങൾക്ക് സൃഷ്ടിപരമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം, വിമർശിക്കേണ്ടവരെ വിമർശിക്കാം. പക്ഷേ സർക്കാരിനെ വിമർശിക്കാൻ വേണ്ടി RSS പരിപാടിയിൽ വൈസ് ചാൻസലർ വന്നത് അതിനെ ഒരു വിഷയമാക്കി എടുക്കുന്ന സമയത്ത് അത് ഇടതുപക്ഷ സംഘടനകൾക്ക് തിരിച്ചടി മാത്രമേ ഉണ്ടാകൂ എന്നുള്ള കാര്യം വ്യക്തമാണ്.